ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ട്രിപ്പ് പറഞ്ഞിരിക്കുന്നത് കോട്ടയം ഭാഗത്തോട്ടാണ്. അങ്ങനെ കണ്ടെയ്നർ എടുക്കാൻ വേണ്ടി അകത്ത് കയറിയപ്പോഴത്തേനും ഒരു രക്ഷയില്ല. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്ക്. അങ്ങനെ കുറേ നേരം ക്യൂയിൽ നിന്ന് ലാസ്റ്റ് അടിച്ച് കണ്ടെയ്നർ എടുക്കാൻ വേണ്ടി അകത്ത് കയറിയപ്പം കണ്ട കാഴ്ച കപ്പൽ കയറിയിരിക്കുന്നു. കപ്പൽ കയറിയ ദിവസമെല്ലാം വല്ലാർപാടത്ത് ഇറങ്ങാനും കയറാനും ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. എനിക്കാണെങ്കിൽ കണ്ടെയ്നർ കയറ്റേണ്ടത് ആ DC കണ്ടെയ്നർ പൊക്കുന്നുണ്ടോ അവിടെ നിന്നാണ്. എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതാണെങ്കിൽ ഷിഫ്റ്റിംഗ് വണ്ടിയാണ്, അത് 220 ആണ്. ആ 2 കണ്ടെയ്നറും അവിടെ ഇറക്കിയതിന് ശേഷം മാത്രമേ എൻ്റെ വണ്ടി അവിടെ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ വണ്ടി ഇറക്കാൻ വേണ്ടി അകത്തോട്ട് കയറി. ഞാനാണെങ്കിൽ അതിൻ്റെ പുറകിൽ വെയിറ്റ് ചെയ്തു. ഈ വണ്ടിയൊക്കെ പോർട്ടിൻ്റെ അകത്ത് മാത്രം ഓടുന്ന വണ്ടിയാണ്. ഇത് ഡയറക്റ്റ് കപ്പലിൽ നിന്ന് ഇത് യാർഡിലോട്ട് ഷിഫ്റ്റിംഗ് അടിക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഡയറക്റ്റ് കപ്പലിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. കപ്പലിൽ നിന്ന് ഇവർ ഷിഫ്റ്റിംഗ് എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്നാണ് സാധാരണ വണ്ടിയിലോട്ടൊക്കെ നമ്മൾ ലോഡ് കയറ്റുന്നത്. അങ്ങനെ ആ വണ്ടി ഇറക്കി ഞാൻ എൻ്റെ ലോട്ടിൽ പിടിച്ചു. അപ്പോഴത്തേനും ആ DC തന്നെ എൻ്റെ കണ്ടെയ്നർ എടുത്ത് വന്നു. അത് കാരണം ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അങ്ങനെ ഔട്ടടിക്കാൻ വേണ്ടി ഗേറ്റിൽ വന്ന് ഔട്ടടിച്ച് നേരെ പുറത്തിറങ്ങി പോകുന്ന വഴിക്ക് അനിയനെ ഒന്ന് വിളിച്ചു. അവനെ വിളിച്ചപ്പം അവനെൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവനോട് നിൽക്കാൻ പറഞ്ഞ് ഞങ്ങളൊരു കട്ടനൊക്കെ അടിച്ച് പിന്നെ പയ്യെ വണ്ടി എടുത്തു. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു, നീ പൊക്കോ, എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പം ചെറിയ ചാറ്റമഴയും നല്ല തണുപ്പൊക്കെ ആയിരുന്നു. എണ്ണിക്കാനൊന്നും തോന്നില്ല. പക്ഷേ തിരക്കാകുന്നതിന് മുമ്പ് തന്നെ കമ്പനിക്കകത്ത് വണ്ടി കയറ്റണം. കാരണം പോകുന്ന റോഡ് ഇച്ചിരി ടാസ്ക്കാണേ. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ തന്നെ ഫസ്റ്റിലത്തെ ടാസ്ക് അങ്ങ് തുടങ്ങും. കാരണം ഇതൊരു കുഞ്ഞ് ജംഗ്ഷനാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുമ്പോൾ തന്നെ റൈറ്റ് ഫുള്ള് പിടിച്ച് റൈറ്റ് ചേർന്നാൽ മാത്രമേ നമ്മളെ പുറകിലത്തെ ട്രെയിലർ കറക്റ്റായിട്ട് ഒളിഞ്ഞു വരികയുള്ളൂ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് താറാവൊക്കെ കണ്ടു. ഒരു ചെറിയൊരു കണ്ടം പോലെ ഒരു പ്രദേശമാണ്. ഇതാണ് മെയിൻ ടാസ്ക്. ഇതൊരു ഭയങ്കര ഒരു കയറ്റമാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ഭാരത് ബെൻസ് മാത്രമേ വിടാവുള്ളൂ എന്ന് ഇവരെ പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. അങ്ങനെ വണ്ടി ഞാനിവിടെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേനും ഇവർ അൺലോഡിങ് തുടങ്ങി. ഇത് വണ്ടിക്കകത്ത് പകുതി കയറ്റിയതിന് ശേഷം ബാലൻസ് ഈ കാണുന്ന ചെറിയൊരു ഗ്യാപ്പിലാണ്, മരത്തിൻ്റെയും ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ അൺലോഡിങ് ഒക്കെ ചെയ്ത് ഞാൻ ലാസ്റ്റ് റിസീവറൊക്കെ മേടിച്ച് കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങി. അങ്ങനെ മെയിൻ ഹൈവേ കയറി നേരെ പിന്നെ എറണാകുളത്തോട്ട് വെച്ച് പിടിച്ചു.